ഹലോ ഗൈസ്, ഇത് ഞാൻ വീഡിയോ ഇടുന്നത് എന്നാന്ന് പറയുമ്പോൾ എനിക്ക് കൂടുതൽ പേരും പേഴ്സണലി വാട്സപ്പിൽ എന്നെ അറിയാവുന്നവർ എനിക്ക് കൂടുതലും വാട്സപ്പിൽ മെസ്സേജ് അയച്ചു, നീ എന്തുകൊണ്ടാണ് ഈ റീൽസൊക്കെ ഇടുന്നത്, അതായത് എന്താണ് ഇൻസ്പിറേഷൻ ഇടാനുള്ള കാരണം എന്നൊക്കെ ചോദിച്ച് എനിക്ക് കുറേ പേര് മെസ്സേജ് അയച്ചു പേഴ്സണലി. അപ്പം ഞാൻ വിചാരിച്ചു എന്നാൽ പിന്നെ ഒരു വീഡിയോ ആയിട്ട് ഇട്ടേക്കാം എൻ്റെ ഓൺ വോയിസിൽ. ഞാൻ ഇതുവരെ ഓൺ വോയിസിൽ അങ്ങനെ മെസ്സേജ് പോട്ടെ വീഡിയോ ഒക്കെ ഇടുന്നത് കുറവാണ്. അപ്പം ഞാൻ വിചാരിച്ചു എന്നാൽ ഓൺ വോയിസിൽ തന്നെ ഇട്ടേക്കാമെന്ന് വിചാരിച്ചേ. സത്യം പറയാലോ, ഇതെൻ്റെ പെട്ടെന്ന് ഞാൻ എടുത്ത ഒരു തീരുമാനമോ ഒന്നുമല്ല. യൂട്യൂബിൽ ഞാൻ 2 വർഷമായി റീൽസൊക്കെ ചെയ്യുന്നത്. ഇൻസ്റ്റയിൽ ഞാൻ റീസെൻ്റ് ആയിട്ടാണ് ഞാൻ വീഡിയോസ് അപ്ലോഡ് ചെയ്യുന്നത്. ഇത് ഞാൻ പെട്ടെന്ന് എടുത്ത ഒരു തീരുമാനം, പെട്ടെന്ന് എനിക്ക് പൊട്ടി മുളച്ചുണ്ടായ ഒരു ഡ്രീമോ അല്ല. സത്യം പറയാലോ, ഇതെനിക്ക് വർഷങ്ങളായിട്ട് എൻ്റെ മനസ്സിൽ കൊണ്ട് നടന്ന ഒരു കാര്യമാണ്. എൻ്റെ ഒരു ഹാപ്പിനെസ്സിന് വേണ്ടിയിട്ട് ഞാൻ ചെയ്യുന്നതെന്നേ ഉള്ളൂ. ഇപ്പോഴാണ് എനിക്കതൊരു തോന്നൽ, എനിക്കന്ന് ചെയ്തേക്കാം എന്ന് തോന്നുന്നത്. അല്ലാണ്ട് ഇതിനു വേണ്ടിയിട്ട് ഞാൻ കുറേ ടൈം എടുത്ത് വെക്കുകയോ അല്ലാണ്ട് കുറേ ടൈമൊന്നും എനിക്ക് ഇതിനു വേണ്ടിയിട്ട് സ്പെൻഡ് ചെയ്യാൻ എനിക്ക് താല്പര്യമില്ല. സത്യം പറയാലോ, ഞാനൊരു കൂടി വന്ന ഒരു 5 മിനിറ്റ് പോട്ടെ, ഒരു കൂടി വന്ന ഒരു 10 മിനിറ്റ്, അതിൽ കൂടുതലൊന്നും ഞാൻ ഒരു റീലിന് വേണ്ടിയിട്ട് ഞാൻ ടൈം വേസ്റ്റ് ചെയ്യാറില്ല എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതെനിക്ക് ഭയങ്കര വിലപ്പെട്ട ടൈമായതുകൊണ്ട് എനിക്ക് ഡ്യൂട്ടിയൊക്കെ കഴിഞ്ഞ് വന്ന് നല്ല ക്ഷീണം ഉണ്ടാവും. അപ്പോൾ ഞാൻ കിടന്നുറങ്ങും, അല്ലെങ്കിൽ ഫ്രണ്ട്സായിട്ടിരുന്ന് സംസാരിക്കും. അങ്ങനെയൊക്കെയാണ് എൻ്റെ കൂടുതലും. അല്ലാണ്ട് റീൽസിലോട്ട് അത്രയും അങ്ങോട്ട് ഇൻവോൾവ് ആയിട്ട് ഞാൻ ചെയ്യണ ഒരു പ്രവൃത്തിയല്ല ഇത്. നിനക്ക് എവിടെ നിന്നാണ് ഇത്രമാത്രം സമയം ജോലി ചെയ്യുമ്പോൾ ടൈം? പിന്നെ അതിന് അങ്ങനെ ചോദിക്കുന്നവരോട് എനിക്കൊരു ആൻസർ പറയാനുള്ളത്, ആര് വിചാരിച്ചാലും സമയം എന്ന് പറഞ്ഞ സംഭവം നമ്മൾ തീരുമാനിച്ചാൽ അതുണ്ടാവും. അതൊരു 5 മിനിറ്റ് ആണെങ്കിൽ ഞാനൊരു 10 മിനിറ്റ്, അതിൽ കൂടുതലൊന്നും ഞാൻ റീൽസിന് ഞാൻ സമയം കളയാറില്ല. പിന്നെ ലോങ് വീഡിയോ എടുക്കാൻ ഞാൻ അതുകൊണ്ട് ശ്രമിക്കാറുമില്ല. അത് ഉള്ളൊരു സത്യമാണ് കേട്ടോ. പിന്നെ ഇൻസ്റ്റയിലും സൗണ്ട് കേൾക്കുമെന്നറിയില്ല. ഇൻസ്റ്റയിലും യൂട്യൂബിലും ഞാൻ കുറേ സബ്സ്ക്രൈബേഴ്സിനെ കൂട്ടാനോ അല്ലെങ്കിൽ കുറേ ഫോളോവേഴ്സിനെ കൂട്ടാനോ വേണ്ടിയിട്ട് തുടങ്ങിയ ചാനലേ അല്ല. എൻ്റെ പേഴ്സണൽ ഇഷ്ടത്തിന് വേണ്ടിയിട്ട് മാത്രം ഞാൻ തുടങ്ങിയ ഒരു ചാനലാണ്. അത് സത്യം പറയാലോ. പിന്നെ ദൈവം സഹായിച്ച് യൂട്യൂബിൻ്റെ കാര്യത്തിലാണെങ്കിൽ ഞാൻ പറയുകയാണ്, 2 വർഷമായി ഞാനത് സ്റ്റാർട്ട് ചെയ്തിട്ട്. ഇപ്പോൾ മോണിറ്റൈസേഷനായി യൂട്യൂബ് ചാനൽ. ഇപ്പോൾ ഡോളർ കാണിച്ചു തുടങ്ങി, ദൈവം സഹായിച്ച്. ഈ മോണിറ്റൈസേഷൻ എന്ന് പറഞ്ഞ സംഭവം എന്താന്ന് പോലും എനിക്കറിയില്ലാണ്ട് ഞാൻ സ്റ്റാർട്ട് ചെയ്തതാണ്. അതാ ഞാൻ പറഞ്ഞത്, എൻ്റെ പേഴ്സണൽ ഒരു ഹാപ്പിനെസ്സിന് വേണ്ടിയിട്ട് മാത്രം ഞാൻ സ്റ്റാർട്ട് ചെയ്തതാണ്. ഞാനിവിടെ ഒരു സിംഗപ്പൂർ ഒരു നേഴ്സാണ്. ഞാനിവിടെ വീട്ടുകാരെയും പിരിഞ്ഞ് ഞാനിവിടെ വന്ന് നിൽക്കുമ്പോൾ നമുക്ക് അത് പ്രവാസികൾക്ക് പറഞ്ഞാൽ മനസ്സിലാവും അത് എന്തോരം നമ്മളെ ഹേർട്ട് ചെയ്യുന്നുണ്ടെങ്കിൽ. ഞാനിവിടെ സത്യം പറഞ്ഞ് കേരളത്തിൽ നിന്ന് ഞങ്ങൾ 2-3 പേര് മാത്രമേ ഉണ്ടായിരുന്നു. അതും വേറെ ഹോസ്പിറ്റലിൽ അപ്പോൾ വേറെ ഹോസ്പിറ്റലിലോട്ട് എല്ലാ സ്റ്റാഫിനെയും വിട്ടത്. അപ്പോൾ എൻ്റെ കൂടെ ഉണ്ടായിരുന്നത് കൂടുതലും തമിഴ്നാട്ടിൽ നിന്നുള്ളവരായിരുന്നു. അപ്പോൾ എനിക്കാണെങ്കിൽ സത്യം പറയാമല്ലോ, തമിഴൊക്കെ സംസാരിച്ചിട്ടുണ്ട് എൻ്റെ കൂടെ. ഇതുവരെ ഞാൻ കേരളത്തിലാണ് നേഴ്സിംഗ് പഠിച്ചത്. അപ്പോൾ എനിക്ക് തമിഴൊന്നും എനിക്ക് വശമുള്ള കാര്യമേ അല്ല. പിന്നെയും കുറേ നമ്മൾ എന്തായാലും അഡ്ജസ്റ്റ് ചെയ്യൂലേ. എനിക്ക് അവരോട് സംസാരിക്കാനും അവർക്ക് എന്നോട് സംസാരിക്കാനും. പക്ഷെ അവരെ കൊള്ളില്ല എന്നല്ല കേട്ടോ ഞാൻ പറയുന്നത്. നമുക്ക് ആ സ്ട്രഗിൾ ഇവിടെ കടന്നു പോയവർക്കറിയാം, പ്രവാസികൾക്ക്. ഇപ്പം ഞാൻ നമ്മുടെ മലയാളീസിൻ്റെ കൂടെ തന്നെയാണ് താമസിക്കുന്നത്. പക്ഷേ ആ ടൈമിലുണ്ടല്ലോ, ഒരു 6 മാസം ഞാൻ നാട്ടിൽ നിന്ന് വന്ന സമയത്ത് ഞാൻ പറയുക, എനിക്ക് നല്ല സ്ട്രഗിളായിരുന്നു. ആ സമയത്താണ് ഞാൻ എൻ്റെ ഹസ്ബൻഡ് എന്നെ പറഞ്ഞു, എടി നിനക്ക് ഭയങ്കര ആഗ്രഹമല്ലേടി എനിക്ക് ചാനലൊക്കെ തുടങ്ങാൻ, എനിക്ക് ചുമ്മാ റീൽസൊക്കെ ഇട്ട് തുടങ്ങടി, അപ്പം നിൻ്റെ ഈ ഡിപ്രഷനും ഇതൊക്കെ പോകുമെന്നൊക്കെ പറഞ്ഞ്. സത്യം പറയല്ലോ, ഞാൻ അങ്ങനെ സ്റ്റാർട്ട് ചെയ്ത ഒരു സംഭവമാണിത്. അപ്പം ഞാൻ പറഞ്ഞു വന്നതെന്ന് വെച്ചാൽ, എൻ്റെ പേഴ്സണലി ഒരു ഹാപ്പിനെസ്സിന് വേണ്ടിയിട്ട് മാത്രം ഞാൻ തുടങ്ങിയ ഒരു ചാനലാണ് യൂട്യൂബ് ചാനൽ. ഈ റീൽസ് ആണെങ്കിലും ഇൻസ്റ്റയിൽ ഇടുന്നത്, ഈ യൂട്യൂബിൽ ഇടുന്ന സെയിം റീൽസ് തന്നെയാണ് ഇൻസ്റ്റയിൽ ഇടുന്നത്. പിന്നെ യൂട്യൂബിൽ കുറച്ച് കൂടുതൽ ഇടുമെന്ന് മാത്രമേ ഉള്ളൂ കേട്ടോ. അത്രയൊക്കെ ഉള്ളൂ. ഇപ്പോൾ ചോദിക്കുന്നവരുടെ ഒറ്റയ്ക്കങ്ങ് മറുപടി പറയുകയാണെങ്കിൽ അതല്ലേ നല്ലത്. പിന്നെ കുറേ കാര്യങ്ങൾ ചോദിച്ചിട്ടുണ്ട്, അതൊക്കെ ഞാൻ പയ്യെ പറയാം. പിന്നെ മോണിറ്റൈസേഷനായി എല്ലാവരും എന്നെ സപ്പോർട്ട് ചെയ്തതിന് നന്ദി. യൂട്യൂബിൽ ഞാൻ അതിനു വേണ്ടിയിട്ട് പ്രത്യേകിച്ച് ഒരു വീഡിയോ ഇടണമെന്ന് ഓർത്തത്. പിന്നെ ഈ ആൾക്കാരിങ്ങനെ എല്ലാവരും ഇങ്ങനെ ഈ വാട്സപ്പിൽ ഇങ്ങനെ മെസ്സേജ് വിടുമ്പോഴേ എനിക്ക് തന്നെ ഒരു ഇറിറ്റേഷൻ. പിന്നെ മൊത്തത്തിൽ അങ്ങ് ഇട്ടിട്ടേ വാട്സപ്പിൽ ഇടുന്ന സ്റ്റാറ്റസ് അങ്ങ് ഇടുവാണെങ്കിൽ എല്ലാവർക്കും ഉള്ള മറുപടിയോ, അത്രയേ ഉള്ളൂ. അപ്പോൾ ശരി എന്നാൽ, ഓക്കെ, ബൈ. സോറി, ഒരു കാര്യം മറന്നുപോയേ. എല്ലാവരെയും പോലും എൻ്റെ ചാനൽ ആദ്യമായിട്ട് കാണണമെങ്കിൽ എല്ലാവരും സപ്പോർട്ട് ചെയ്യുക, ഷെയർ ചെയ്യുക, കമൻറ്റ് ചെയ്യുക, ലൈക്കും കൂടെ അടിച്ചു തരും.
ഓക്കെ, ബൈ ബൈ, സി യു.